നമസ്തേ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് വേഗത്തിൽ പറയുന്നു എന്നുള്ളത് എനിക്കെതിരെയുള്ളൊരു കുറവായിട്ട് പലരും കംപ്ലൈൻറ്റ് ചെയ്യലുണ്ട്. അതിലും മെല്ലെ പറയാൻ ശ്രമിക്കാം. ഞാനൊരു ഫ്ലോയിൽ പറയുന്നതാണ്, സ്ക്രിപ്റ്റഡ് അല്ലാത്തതുകൊണ്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണത്. ഇന്നത്തെ വിഷയം സൂര്യരാഹു യോഗം. ഒരു ചോദ്യകർത്താവ് നിന്ന് വന്നതാണ്. അതിനെക്കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ചോദ്യങ്ങൾ അദ്ദേഹം അയച്ചു തന്നിട്ടുണ്ട്. വിമൽ സച്ചി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറേ ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം, സൂര്യൻ രാഹു ചേരുമ്പോൾ അത് യോഗമാണ്. പ്രത്യേകിച്ചും നമുക്ക് പിടികിട്ടാതിരിക്കുക, ഒരു നോർമലായിട്ടുള്ള ജാതകങ്ങളിൽ 2 3 ഗ്രഹങ്ങൾ 4 ഗ്രഹങ്ങളൊക്കെ ചേരുമ്പോഴൊക്കെയാണ് നമുക്ക് പല സംശയങ്ങളും ഉണ്ടാവും. സൂര്യൻ രാഹു ചേരുന്നത് എന്തൊക്കെയാണ് സംഭവിക്കുക, അത് എവിടൊക്കെ ചേരുമ്പോൾ, ശരിക്കും വിപുലമായ ഒരു സബ്ജക്റ്റാണ് അത്. 12 രാശികളിലും ചേരാം. മേടം മുതൽ മീനം വരെയുള്ള ഏത് രാശിയിലും ചേരാം, ഏത് ലഗ്നത്തിൻ്റെ ഏത് ഭാവത്തിലും ചേരാം. ഇതെല്ലാം പ്രധാനമാണ്. സൂര്യൻ എന്ന് പറയുന്നത് തന്നെ പിതാവ്, അധികാരം, ആത്മീയത, പിന്നെ കോൺഫിഡൻസ്, ഇതിൻ്റെയൊക്കെ കാരകനാണ്. അപ്പോൾ സൂര്യന് രാഹു എന്ന് പറയുന്നത് ഒരു തമോ ഗ്രഹം, പൂർണ്ണമായ തമസ്സിൻ്റെ അടയാളമാണ് രാഹു. ഗ്രഹണം എന്ന് പറയുന്ന ഒരു കാര്യം തരുന്നതും രാഹുവും കേതുവും ചേർന്നാണ്. രാഹുവിനോട് ചേരുമ്പോൾ രാഹു ഗ്രസ്തഗ്രഹണവും, കേതുവിനോട്, അത് സൂര്യൻ ചേരണം എന്നില്ല, ഏത് ഗ്രഹം രാഹുവിനോട് ചേർന്നാലും ഗ്രഹണം വരും. അപ്പോൾ സൂര്യന് ചന്ദ്രനും പൂർണ്ണ ശത്രുവാണ് ആര്? രാഹു എന്ന് പറയുന്നത്. ശനിയേക്കാൾ, അല്ലെങ്കിൽ ശനി പോലെ തന്നെ സൂര്യന് ശനിയോഗവും സൂര്യന് രാഹുയോഗവും ഒരുപാട് ദോഷം തന്നെയാണ്. ശനി കുറച്ചുകൂടി ദോഷം ചെയ്യും. അപ്പോൾ അതുപോലെ പാപഗ്രഹങ്ങൾ, ശുഭഗ്രഹം നമുക്ക് അത്യാവശ്യം വേണ്ട. പിതാവ് ജനിച്ചു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിതാവും മാതാവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമാണ്. 2 പേരും ഉണ്ടെങ്കിലാണ് എന്തുണ്ടാവുള്ളൂ, നമ്മുടെ സുഖസമൃദ്ധിയായിട്ടുള്ള ഒരു ജീവിതക്രമം ആരംഭത്തിൽ. കാര്യം നമുക്ക് വിദ്യാഭ്യാസം കിട്ടണം, നമുക്ക് നല്ല കൂട്ടുകെട്ടുകൾ കിട്ടണം, നല്ല സംസർഗങ്ങൾ ഉണ്ടാവണം, നല്ല ബന്ധുത്വം ഉണ്ടാവണം. എല്ലാം വരുന്നത് നമ്മുടെ പേരൻസിനുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ പേരൻസും ജനിച്ച വീടും ഭാഷയും എല്ലാം പ്രധാനമാണ്. ഇതെല്ലാം സൂര്യചന്ദ്രന്മാരാണ് പ്രധാനം. അപ്പോൾ സൂര്യന് രാഹുബന്ധം വരുന്നത്, ആദ്യത്തെ പ്രശ്നം, സൂര്യദശയോ രാഹുദശയോ വരുന്നുണ്ടെങ്കിൽ പിതാവിന് നഷ്ടം വരും. അത് ഒരു കാര്യം കൊണ്ട് പറഞ്ഞുകൂടാ, ഇങ്ങനെ പറയുമ്പോഴും പ്രശ്നമുണ്ട്. സൂര്യന് രാഹുബന്ധം വന്നതുകൊണ്ട് മാത്രം നഷ്ടം വരില്ല. അപ്പോൾ ആ നഷ്ടം ചിലപ്പോൾ ഈ സൂര്യന് രാഹുബന്ധമേ ഉള്ളൂ. അതേസമയം സൂര്യൻ്റെ വീടായിട്ടുള്ള ചിങ്ങം രാശിയിലെ ശുഭഗ്രഹമുണ്ട്, 9ാം ഭാവത്തിലെ ശുഭഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവ് ചിലപ്പോൾ വിദേശത്ത് പോകും. ഈ കുട്ടിയുടെ ജനനശേഷം സൂര്യദശയോ രാഹുദശയോ വരികയാണെങ്കിൽ ഉപജീവനത്തിന് വേണ്ടിയിട്ട് വിദേശം പോകേണ്ടി വരും. അങ്ങനെയാണ് സംഭവിക്കുക. മറിച്ച് സൂര്യന് രാഹുബന്ധം വന്ന് സൂര്യൻ്റെ വീടായിട്ടുള്ള ചിങ്ങരാശിയിൽ പാപഗ്രഹങ്ങൾ വന്നു, അല്ലെങ്കിൽ ശനി പോലുള്ള ഗ്രഹങ്ങൾ വന്നു, അതേപോലെ തന്നെ 9ാം ഭാവം പാപത്വത്തോടു കൂടി നിന്നു എന്ന് പറഞ്ഞാൽ പിതാവ് നഷ്ടപ്പെടും. പിതാവ് ഏതൊരാളുടെയും ജാതകത്തിൽ നോക്കിയാൽ അറിയാം. പിതാവ് നഷ്ടപ്പെടുന്ന സമയം, പിതാവ് മരിക്കുന്ന സമയം, നിങ്ങളുടെ എല്ലാം ജാതകം പിതാവ് നഷ്ടപ്പെട്ട ഡേറ്റും ഇതൊക്കെ വെച്ച് നോക്കൂ. സൂര്യൻ്റെ ദശാപഹാരങ്ങളോ 9ാം ഭാവാധിപൻ്റെ ദശാപഹാരങ്ങളോ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ ദശാപഹാരങ്ങളോ ഉള്ള സമയത്ത് മാത്രമേ പിതാവ് നഷ്ടപ്പെടുള്ളൂ. അത് നിങ്ങളുടെ ജാതകങ്ങൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ദശാപഹാര ഛിദ്രവും പ്രധാനമാണ്. കുറഞ്ഞ സമയത്തെ ഛിദ്രം 3 മാസമൊക്കെയാണ്. പക്ഷേ ആ സമയത്തും ആയിരിക്കാം ഒന്നുകിൽ ദശ, അല്ലെങ്കിൽ അപഹാരം, അല്ലെങ്കിൽ ഛിദ്രം. ഈ 3 സമയത്തിൽ ഏതെങ്കിലും ഒന്നിൽ പിതാവ് നഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ പിതാവിനെ നമുക്ക് ഇല്ലാതെയാവണമെങ്കിൽ, ഒന്നുകിൽ സൂര്യൻ്റെ ദശാപഹാര ഛിദ്രങ്ങൾ, അല്ലെങ്കിൽ 9ാം ഭാവാധിപൻ്റെ ദശാപഹാര ഛിദ്രങ്ങൾ, അല്ലെങ്കിൽ 9ാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര ഛിദ്രങ്ങൾ വരുമ്പോഴാണ് എന്തുണ്ടാവുള്ളൂ, പിതൃനഷ്ടം. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കാം, സൂര്യന് രാഹുബന്ധം വരുമ്പോൾ പിതാവിന് എന്തൊക്കെയോ കുറവ് വരും. എല്ലാവർക്കും വരും. പക്ഷേ എന്തായിരിക്കും, ചിലവർക്ക് ലഗ്നബലം വളരെ കൂടുതലായിരിക്കാം, മറ്റു ബലങ്ങൾ 9ാം ഭാവത്തിന് ബലം ഉണ്ടാവാം, ചിങ്ങരാശിക്ക് ബലം ഉണ്ടാവാം. അപ്പോൾ എന്ത് സംഭവിക്കും, പിതാവ് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്കോ പോവും. അങ്ങനെയാണ് സംഭവിക്കുക. പിതാവിന് നഷ്ടം വരും,
പിതാവിനെ നഷ്ടപ്പെടും കുറച്ച് കാലത്തേക്കെങ്കിലും ആ ദശ വരുമ്പോൾ. പ്രത്യേകിച്ചും ദശയോ ചിലവർക്ക് ദശ തന്നെ വരില്ല, സൂര്യദശയും രാഹുദശയും വരില്ല. അങ്ങനെയുള്ളവർക്ക് ആ ദോഷം കാര്യമായിട്ട് ഭവിക്കില്ല. ദശ വന്നാലാണ് കൂടുതൽ ദോഷം വരെ. ദശയിലാണ് ശരിക്കും ഫലങ്ങൾ തരിക എന്നുള്ളതാണ്. 9ാം ഭാവാധിപൻ്റെ ദശ അല്ലെങ്കിൽ സൂര്യദശ അങ്ങനെയൊക്കെ വരുമ്പോൾ അധികാരത്തിന് നഷ്ടം വരും, അധികാര പ്രശ്നങ്ങൾ വരിക. ഇതെല്ലാം സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള ഒരു ഗ്രഹം ചേരുന്നതുകൊണ്ടാണ്. സൂര്യൻ രാഹുവുമായി ചേരുന്നത് നന്നല്ല എന്നുള്ളതാണ്. പക്ഷെ അതേസമയം സൂര്യൻ രാഹു ചേർന്നു, അതിൻ്റെ ഒരു ഗുരുവിൻ്റെ ദൃഷ്ടി വന്നു. അപ്പോൾ സൂര്യൻ ആദ്യം മോശം തന്നാലും ആദ്യം അച്ഛനെ മാറ്റിയാലും പിന്നീട് രണ്ടാമത് അല്ലെങ്കിൽ ഒരു പവർ കട്ട് ഉണ്ടായിട്ട് ജനറേറ്റർ ഓൺ ചെയ്യുന്ന പോലെ രണ്ടാമത് നമുക്ക് ആ നഷ്ടത്തെ നികത്തി തരും. പിതാവിനെ നഷ്ടപ്പെട്ടാൽ രണ്ടാമത് കിട്ടുമോ? പിതാവിനെ പോലെ തുല്യമായ ഒരവസ്ഥയിൽ മറ്റൊരാൾ, ഒന്നുകിൽ ചെറിയ അച്ഛനോ അല്ലെങ്കിൽ വലിയച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശനോ ആരെങ്കിലും ആയിട്ട് നമുക്ക് പിതാവിന് തുല്യമായ അവസ്ഥയിൽ ഒരാളെ വരും. അങ്ങനെയാണ് സംഭവിക്കുക. അപ്പോൾ ഗുരു ദൃഷ്ടി അല്ലെങ്കിൽ ശുഭബന്ധം വന്നു കഴിഞ്ഞാൽ കഥയിൽ മാറ്റമുണ്ട്. അപ്പോൾ പിതാവ് വിദേശത്ത് പോയിട്ട് ഈ സമയം കഴിയുമ്പോൾ ഉടൻ നല്ല സമ്പത്തൊക്കെ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരും. അങ്ങനെയും വരും. അപ്പോൾ പിതാവിന് അല്ലെങ്കിൽ അധികാരത്തിന് അല്ലെങ്കിൽ കോൺഫിഡൻസിന് കുറവ് വരും സൂര്യനും ചന്ദ്രനും രാഹു ശനി ബന്ധങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ രാഹു ബന്ധം എവിടെ വരുന്നു എന്നുള്ളത് സൂര്യൻ്റെ ബലത്തിനനുസരിച്ച്. അത് സൂര്യൻ മേടത്തിൽ നിന്നിട്ടാണെങ്കിൽ സൂര്യന് കുറച്ചെങ്കിലും ജീവൻ ഉണ്ടാവും, കോമയിൽ കിടക്കും, മരിച്ചിട്ടുണ്ടാവില്ല. ചിങ്ങത്തിലാണെങ്കിലും കുറച്ചെങ്കിലും ജീവൻ ഉണ്ടാവും. പക്ഷെ അത് ഡിഗ്രിക്ക് അനുസരിച്ചാണ്. രാഹുവുമായി സൂര്യൻ 8 ഡിഗ്രിക്കുള്ളിൽ ചേരുമ്പോഴാണ്, 12 ഡിഗ്രി മുതൽ 8 ഡിഗ്രിക്കുള്ളിലേക്ക് ചേരുമ്പോഴാണ് സൂര്യന് കൂടുതൽ പീഡയുണ്ടാവുക. അതും 2 കാര്യം ശ്രദ്ധിക്കണം. സൂര്യൻ 8 ഡിഗ്രി ആണെന്നുള്ളതല്ല പ്രധാനം. രാഹു വന്നിട്ട് അവരോഹണത്തിലും ഗുരു വന്നിട്ട് ആരോഹണത്തിലുമാണ് സഞ്ചരിക്കുക. അപ്പോൾ സൂര്യൻ അപ്പോൾ സൂര്യൻ വന്നിട്ട് രാഹുവിനെ മറികടന്നിട്ടാണ് നിൽക്കുന്നതെങ്കിൽ സൂര്യൻ്റെ ബലം വല്ലാതെ നഷ്ടപ്പെടില്ല. മറിച്ച് സൂര്യൻ വന്നിട്ട് രാഹുവിലേക്ക് സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം മേടം രാശിയിൽ സൂര്യൻ 1 ഡിഗ്രിയും രാഹു 8 ഡിഗ്രി ആണെങ്കിൽ അത് വളരെ ദോഷം തന്നെയാണ്. കാര്യം രാഹുവിലേക്ക് സൂര്യൻ സഞ്ചരിക്കുകയാണ്. രാഹു തിരിച്ചിങ്ങോട്ടും സൂര്യൻ അങ്ങോട്ടും സഞ്ചരിക്കുകയാണ്. മറിച്ച് രാഹു 8 ഡിഗ്രിയും സൂര്യൻ 18 ഡിഗ്രിയിലും ആണെങ്കിലോ രാഹുവിനെ മറികടന്ന് സൂര്യൻ നിൽക്കും. അപ്പോൾ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറികടന്ന് നിൽക്കുന്ന സൂര്യന് ബലം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതവിടെ വലിയ നാശം പറ്റില്ല. രാഹു സൂര്യ ബന്ധം അല്ലെങ്കിൽ യോഗം എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ പറ്റില്ല. ഒരുപാട് സബ്ജക്റ്റ് അതിൽ ചേരും. രാഹുവിലേക്ക് പോകുന്ന സൂര്യനാണോ, രാഹുവിൽ നിന്ന് ഗ്രഹണം കഴിഞ്ഞ് ഇറങ്ങിയ സൂര്യനാണോ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ സൂര്യന് ഗുരുബന്ധമുണ്ടോ, ചന്ദ്രൻ പൗർണമിയാണോ, അതും പ്രധാനമാണ്. പൗർണമി ചന്ദ്രനാണെങ്കിൽ ആ സൂര്യൻ അത്ര വലിയ ദോഷം ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ രാഹു സൂര്യബന്ധം ഓരോരോ രാശികളിലും, മേടത്തിലാണെങ്കിൽ ഞാൻ പറഞ്ഞു ഉച്ച സൂര്യനെയാണ്, എത്രയാണെങ്കിലും സൂര്യൻ ഉച്ചനാണ്. ചെറിയൊരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് പൂർണ്ണമായി വിട്ടുപോകില്ല, കുറച്ചുണ്ടാവും. അതേസമയം തുലാത്തിലാണ് സൂര്യൻ രാഹുബന്ധത്തോടു കൂടി, സൂര്യൻ നാശമാണ്, അതൊരു രക്ഷയുണ്ടാവില്ല. കാര്യം സൂര്യൻ ഓൾറെഡി മൃതിപ്പെട്ട് അല്ലെങ്കിൽ മരണാസന്നനാണ്. ആ സമയത്ത് ഇദ്ദേഹം കത്തി കൊണ്ട് കുത്തുകയാണ്. അപ്പോൾ പിന്നെ നിവർത്തിയില്ലല്ലോ. ഉച്ചനാണെങ്കിൽ അയാൾ രാജാവായിരിക്കുകയാണ്, ശക്തനായിരിക്കുകയാണ്. അതിശക്തനായിരിക്കുന്ന അവസ്ഥയിൽ കത്തി കൊണ്ട് കുത്തുമ്പോൾ ചിലപ്പോൾ ഇയാൾക്ക് പിടിക്കാൻ പറ്റും. മറിച്ചത് പറ്റില്ല. അപ്പോൾ ചിങ്ങരാശിയിൽ നിൽക്കുന്ന സൂര്യനും മേടരാശിയിൽ നിൽക്കുന്ന സൂര്യനും തുലാരാശിയിൽ നിൽക്കുന്ന സൂര്യനും ശനിയുടെ മകരം കുംഭം രാശികളിൽ നിൽക്കുന്ന സൂര്യനൊക്കെ വ്യത്യസ്തമാണ്, ഓരോ സ്വഭാവമാണ്. ഇഷ്ടപ്പെട്ട വീടുകളിലാണ് സൂര്യൻ നിൽക്കുന്നതെങ്കിൽ സൂര്യൻ ബലവാനായിരിക്കും. സൂര്യന് ഇഷ്ടപ്പെട്ട വീട് സൂര്യൻ്റെയും ചൊവ്വയുടെയും അതുപോലെ ഗുരുവിൻ്റെയും ചന്ദ്രൻ്റെയും വീടുകളാണ്. അവർ ബന്ധുക്കളായതുകൊണ്ട്. അപ്പോൾ ഈ സൂര്യൻ്റെ രാഹുയോഗം ശരിക്കും പറഞ്ഞാൽ നല്ല ദോഷം തന്നെയാണ്. ശനിദോഷം പോലെ തന്നെ, ശനിയോഗം പോലെ തന്നെ രാഹുയോഗം വളരെ ദോഷമാണ്. രാഹു ആരുമായി ചേരുന്നതും, ഏത് ഗ്രഹവുമായി രാഹു ചേരുന്നതും പ്രകാശത്തെ പൂർണ്ണമായി തടഞ്ഞ് ഇരുട്ട് നമുക്ക് പ്രദാനം ചെയ്യും. ഇരുട്ട് പ്രദാനം ചെയ്യുമ്പോൾ ആ ഗ്രഹം ദശ നടത്തുമ്പോൾ അതിൻ്റെ എന്താണോ പോസിറ്റീവ് ഉള്ളത് അതിന് നേരെ റിവേഴ്സ് നെഗറ്റീവുകൾ നമുക്ക് തരും. ഇപ്പോൾ ശനി ആയുർകാരകനാണെങ്കിൽ ആയുസ്സില്ലാതെയാക്കി തരും. സൂര്യൻ ആത്മവിശ്വാസത്തിൻ്റെയും പിതാവിൻ്റെയും ഭരണത്തിൻ്റെയും അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെയും അധികാരത്തിൻ്റെയും കാരകനാണെങ്കിൽ ഇതെല്ലാം
ഇരുട്ട് വരുമ്പോൾ ഇല്ലാതായി പോകും. അതെല്ലാം തിരിച്ചു വരും. അധികാരികളിൽ നിന്ന് നമുക്ക് ശത്രുത ഉണ്ടാവും, എതിർപ്പുണ്ടാവും, നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. അതേപോലെ തന്നെ പിതാവിൽ നിന്ന് ശത്രുത, എതിർപ്പ് അല്ലെങ്കിൽ പിതൃനഷ്ടം ഇങ്ങനെയും സംഭവിക്കാം. പിതാവുമായിട്ട് വഴക്കുണ്ടാവുന്നതും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അത് ഏത് റേഞ്ച് എന്നുള്ളത് നമ്മൾ നോക്കി മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസത്തിൽ കോൺഫിഡൻസ്. നമുക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടാവില്ല. നമ്മൾ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് വേണം. ഇത് ചെയ്യണോ, അത് ചെയ്യണോ. ജീവിതത്തിൽ പല റൂട്ടും ഒരുപോലെ തുറന്നു വരും. നമുക്ക് ഒരുപാട് വഴികൾ തുറന്ന് നമ്മുടെ മുന്നിലേക്ക് വരും. പക്ഷെ അതൊന്ന് ഏത് സെലക്ട് ചെയ്യണമെന്ന് നമ്മുടെ പേഴ്സണൽ ലഗ്നത്തിൻ്റെ ബലവും നമ്മുടെ സൂര്യൻ്റെ ബലവും ചന്ദ്രൻ്റെ ബലവും 10ാം ഭാവാധിപൻ്റെയും അല്ലെങ്കിൽ ഓരോ ഭാവാധിപന്മാരുടെയും ബലത്തിനൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഏത് റൂട്ട് തിരഞ്ഞെടുക്കും എന്നത് തീരുമാനമാകും. അതാണ് സൂര്യരാഹുവിൻ്റെ ഒരു ഏകദേശ ബലം. അത് ഓരോ ലഗ്നങ്ങൾക്കും നമുക്ക് ഓരോ രീതിയിൽ പറയാൻ പറ്റും. അത് നമ്മൾ ഓരോ ലഗ്നങ്ങൾക്കും പറയണമെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോകളിൽ ഓരോ മേടലഗ്നത്തിന് സൂര്യൻ രാഹു ബന്ധം വന്നാൽ അത് എങ്ങനെ വരും, അത് എവിടേക്ക്, മേടത്തിൽ നിന്നാൽ ഒരു ഫലം, അത് ഓരോ രാശികളിൽ നിൽക്കുമ്പോൾ ഒരു ഫലമുണ്ട്. നമ്മൾ ജാതകങ്ങളും കൂടി ചേർത്ത് പറയുമ്പോഴാണ് അത് പൂർണ്ണമായിട്ട് മനസ്സിലാവുക. ഞാനൊരു ഏകദേശം രൂപം കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഗുണപ്രദമാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.